ഹായ്, പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളൊരു മരവും അതിൻ്റെ കായുമാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ മരമാണ്. ഇത് ഒരു നാരകം പോലെയാണ്, നമുക്ക് ഇരിക്കും മുള്ളും ഒക്കെയുള്ള ഒരു നാരകം പോലെ തോന്നിക്കും. പക്ഷെ നാരകമല്ല. ഇതിൻ്റെ പേര് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. ഇതേപോലെ കായുണ്ട്, നാരങ്ങ പോലെ ഇരിക്കും. പക്ഷെ ഈ നാരകത്തെ പോലെ ഒരു മഞ്ഞ നിറമായി കഴിഞ്ഞാൽ അത്ര വലിയ രസമല്ല. പച്ചയായിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ ഇത് ഞാൻ കണ്ടുപിടിച്ചത് കലമാൻസി എന്നാണ് ഇതിൻ്റെ പേര്. ഫിലിപ്പിൻ ലെമൺ എന്നൊക്കെ പറയും, ഫിലിപ്പിൻ ലൈം എന്നൊക്കെ. അപ്പം നമ്മുടെ നാട്ടിൽ അധികം ഞാനിത് കണ്ടിട്ടില്ല. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കായ നാരങ്ങ പോലെ പുളിയല്ല, എന്നാൽ മധുരവുമല്ല, ഓറഞ്ച് പോലുള്ള മധുരവുമില്ല. എത്ര പഴുത്താലും അധികം പഴുത്തു കഴിഞ്ഞാൽ ഒരു മഞ്ഞ നിറം വരും. പക്ഷേ പച്ച നിറത്തിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പം ഇത് അതിൻ്റെ കായ എല്ലാ ദിവസവും രാവിലെ ഞാൻ പറിച്ചുകൊണ്ട് വന്ന് അത് നമ്മൾ കട്ടൻ ചായയിൽ ഒഴിച്ചാണ് ഇത് കുടിക്കുന്നത്. ഇത് നമുക്ക് പിഴിഞ്ഞ് ജ്യൂസ് കുടിക്കാൻ വളരെ വളരെ നല്ല, ഭയങ്കര ഒരു ഫ്ലേവർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഏറ്റവും നല്ലത് ഇത് ജ്യൂസായിട്ട് കുടിക്കുന്നതാണ്. പിന്നെ ഇത് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, നമ്മൾ പിള്ളേർക്ക് ഇതിനെപ്പറ്റി അധികം അറിവില്ലാത്തത് കാരണം, പക്ഷെ ഇതിൻ്റെ ഒരു ഫ്രഷ്നെസ്സാണ്. ഇത് കട്ടൻ ചായയിൽ പിഴിഞ്ഞ് ഒഴിച്ച് കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് ഒരു ഇമ്മ്യൂണിറ്റി തരുന്നുണ്ട് എന്നുള്ളൊരു ധാരണ. പൊതുവേ കട്ടൻ ചായ, ലെമൺ എന്താ പറയുക, ടീ വളരെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. അപ്പം ഈ ലെമൺ, ഈ കലമാൻസി ലെമൺ ഇതേപോലെ കട്ടൻ ചായയിൽ ഒഴിച്ച് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്രഷ്നെസ് എന്തായാലും ഉണ്ട്. അപ്പം അത് നമുക്കിപ്പം ജലദോഷമാണെങ്കിലും ഒക്കെ വളരെ പെട്ടെന്ന് മാറുകയും ഒരുപാട് നാളിങ്ങനെ ജലദോഷം വരാതെ പിടിച്ചു നിൽക്കാനൊക്കെ സഹായിച്ചു എന്നാണ് നമ്മളൊക്കെ ധരിക്കുന്നത്. അങ്ങനെ അതായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ഇതേപോലെ കുറച്ച് ചെറിയ തുള്ളി, കുറച്ച് ചെറിയ കായാണ് കൂടുതൽ. നാരങ്ങയുടെ അത്രയും വലിപ്പമൊന്നുമില്ല. നന്നായിട്ട് പഴുക്കുമ്പോൾ ഒരു പക്ഷേ ഒരു നാരങ്ങയുടെ അത്രയും വലിപ്പം ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഫ്ലേവർ, ഇതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ ഫ്ലേവറും ഒക്കെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പം നമ്മൾ അമ്മയ്ക്കും ഭാര്യയ്ക്കും മകൾക്കും എനിക്കുമുള്ള ഗ്ലാസ്സുകളാണത്, കപ്പുകളാണ്. അപ്പം അതിൽ ഇതേപോലെ കട്ടൻ ചായയിൽ നാരങ്ങ, ഈ കലമാൻസി പിഴിഞ്ഞൊഴിച്ച് ആണ് നമ്മൾ രാവിലെ പ്രഭാതത്തിലെ ആദ്യത്തെ പാനീയം അതാണ്. അതൊരു നല്ല ഫ്ലേവർ, നല്ലൊരു എനർജിയും തരുന്നുണ്ട് ശരിക്കും. അപ്പം ഇത് വെച്ച് പിടിപ്പിക്കാൻ ഇത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ 2 മരങ്ങൾ നമ്മളുടെ വീട്ടിലുണ്ട്. അതെങ്ങനെയാണ് വന്നതെന്നും എങ്ങനെയാണ് നട്ടതെന്നും അതെങ്ങനെയാണ് നടുന്നതെന്നും ഒന്നും നമ്മൾക്കതിൻ്റെ ഒരു അറിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനി എപ്പോഴെങ്കിലും മനസ്സിലാകുകയാണെങ്കിൽ വേറൊരു പോസ്റ്റിൽ നമ്മളത് ചെയ്യാം. അപ്പോൾ എവിടെയെങ്കിലും ആർക്കെങ്കിലും ഇത് കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, പ്രത്യേകിച്ചും ജ്യൂസായിട്ട്. പിന്നെ കട്ടൻ ചായയിലും വളരെ വളരെ സുഖകരമായിട്ടൊരു അനുഭവമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.